This news is brought to you by IPAX Mobile, opposite Kerala Grameen Bank, Mele Bazaar, Cherupuzha. ചെറുപുഴ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം UDF റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. UDF ചെറുപുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ മനോജ് വടക്കേൽ സ്വാഗതം ആശംസിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കെ സുധാകരൻ MP പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മൊയ്തു മൗലവി മക്കിയാട്, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട, മുൻ KPCC മെമ്പർ കൃഷ്ണൻ മാസ്റ്റർ, DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KK സുരേഷ് കുമാർ, തങ്കച്ചൻ കാവാലം, കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചെമ്പരത്തി, മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷ മുരളി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. മീഡിയ കമ്മിറ്റി ചെയർമാൻ ശ്രീനിഷ് TP നന്ദി രേഖപ്പെടുത്തി. ആള് പറയുന്നത് എല്ലാവരും പിടിച്ചോട്ടോ. ബഹുമാനായ ഈ തെരഞ്ഞെടുപ്പിന് ഈ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിന് ചുമതലയുള്ള KPCC ചുമതല നൽകിയ പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മഹേഷ് കുന്നമ്മൽ, അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് ശാരീരികമായും ഒരുപാട് പരിപാടികൾ, ഇതിന് ശേഷം എനിക്ക് 7 പരിപാടികൾ, ആ പരിപാടികളിലൊക്കെ പങ്കെടുക്കണം എന്നതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഓടിയെത്തിയത്. ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോൾ തന്നെ ഞാൻ ശ്രമിച്ചു. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഏറെയൊന്നും വലിയൊരു പുസ്തകം പ്രതീക്ഷിക്കേണ്ട. ചുരുങ്ങിയ വാക്കുകൾ ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേവലം ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പായി നിങ്ങൾ കാണുക. ഈ തെരഞ്ഞെടുപ്പിന്റെ പിറകിൽ മറഞ്ഞു നിൽക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പുണ്ട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. ഈ സംസ്ഥാനം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം കാണുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിച്ചു കയറണം എങ്കിൽ ഇതതിന്റെ മോഡലാണ്, ട്രയലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിച്ചേ മതിയാവൂ. ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ വിനിയോഗിക്കണം എന്നതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കേരളം നഷ്ടപ്പെടാൻ പോവാണ്. നമുക്ക് സാമ്പത്തിക കടക്കണിയിലാണ് ഈ നാട്. കോടാനുകോടികളുടെ ബാധ്യതകളാണ് അനുദിനം കയറി പോകുന്നത്. വരുന്ന പണങ്ങളെല്ലാം പോകുന്നത് ദൂർത്തടിക്കുന്നിടത്താണ്. ഒരു കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ഇങ്ങനെ ഒരു കൊള്ളപ്പണമാക്കി അത് സ്വന്തം പണമാക്കി മാറ്റുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഈ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിണറായി വിജയൻ പകരം വെക്കാൻ ആളില്ല അദ്ദേഹത്തിന്. എവിടെ നിന്നൊക്കെയാണ് അദ്ദേഹം കാശുണ്ടാക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുമെന്ന് അറിയില്ല. മക്കളുടെയും മകളുടെയും മകന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിൽ എവിടെയൊക്കെയാണ് പണമെന്ന് പോലും പിണറായി വിജയന് നിശ്ചയമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. വരുന്ന പണങ്ങളെല്ലാം കോടികളാണ്. പൂഴി മണൽ, സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ മറ്റുള്ള പ്രോജക്റ്റുകളുടെ ഫണ്ടുകള്, കോടികൾ ഈ രാജ്യത്തെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർത്ത് തരിപ്പണമാക്കി പോകുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തേത്. ഇതിനു മുമ്പും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആരെ കുറിച്ചും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരൊറ്റ ആളെ കുറിച്ചേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നാണ്. ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, ശബരിമല അയ്യപ്പന്റെ സ്വർണം അത് കൊള്ളയടിച്ചു കൊണ്ടുപോയതിന്റെ അകത്തും ആ വിഹിതവും പിണറായി വിജയന്റെ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ വിവരം. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. ഈ സംസ്ഥാനം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം കാണുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിച്ചു കയറണം എങ്കിൽ ഇതതിന്റെ മോഡലാണ്, ട്രയലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിച്ചേ മതിയാവൂ. ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ വിനിയോഗിക്കണം എന്നതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കേരളം നഷ്ടപ്പെടാൻ പോവാണ്. നമുക്ക് സാമ്പത്തിക കടക്കണിയിലാണ് ഈ നാട്.
കോടാനുകോടികളുടെ ബാധ്യതകളാണ് അനുദിനം കയറി പോകുന്നത്. വരുന്ന പണങ്ങളെല്ലാം പോകുന്നത് ദൂർത്തടിക്കുന്നിടത്താണ്. ഒരു കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഇങ്ങനെ ഒരു കൊള്ളപ്പണമാക്കി അത് സ്വന്തം പണമാക്കി മാറ്റുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഈ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിണറായി വിജയൻ പകരം വെക്കാൻ ആളില്ല അദ്ദേഹത്തിന്. എവിടെ നിന്നൊക്കെയാണ് അദ്ദേഹം കാശുണ്ടാക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുമെന്നറിയില്ല. മക്കളുടെയും മകളുടെയും മകന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിൽ എവിടെയൊക്കെയാണ് പണമെന്ന് പോലും പിണറായി വിജയന് നിശ്ചയമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. വരുന്ന പണങ്ങളെല്ലാം കോടികളാണ്. പൂഴിമണൽ, സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ മറ്റുള്ള പ്രോജക്റ്റിലുള്ള ഫണ്ടുകൾ, കോടികൾ ഈ രാജ്യത്തെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർത്ത് തരിപ്പണമാക്കി പോകുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തേത്. ഇതിനു മുമ്പും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആരെ കുറിച്ചും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒറ്റ ആളെ കുറിച്ചേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നാണ്. ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, ശബരിമല അയ്യപ്പന്റെ സ്വർണം അത് കൊള്ളയടിച്ചു കൊണ്ടുപോയതിന്റെ അകത്തും ആ വിഹിതവും പിണറായി വിജയന്റെ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ വിവരം. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേർ പിണറായിയുടെ ഇടതും വലതും നിന്നവരാണ്. എന്തുകൊണ്ട് പിണറായി മിണ്ടുന്നില്ല? എന്തുകൊണ്ട് പിണറായി അവരെ വിമർശിക്കുന്നില്ല? നടപടി എടുത്തോ? ഇത്രയും കോടികൾ ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് കൊള്ളപ്പണം, സ്വർണം തട്ടിക്കൊണ്ടുപോയി പണമുണ്ടാക്കിയ ആളുകളെ എന്ത് ചെയ്തു ഗവൺമെന്റ്? ഒരു കേസിൽ പ്രതിയാക്കി മാറ്റി. അതെന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം പിറകിൽ ഈ കള്ളപ്പണത്തിന്റെ കെട്ടുറപ്പിൽ ജീവിതവും ഭാവിയും കെട്ടി ഉറപ്പിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കരങ്ങളും മുഖ്യമന്ത്രിയുടെ അറിവും മുഖ്യമന്ത്രിയുടെ പിന്തുണയും അതിനുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒരു പഞ്ചായത്തിന്റെ മത്സരം മാത്രമല്ല, ഇത് ഈ കേരളത്തിലെ ജനാധിപത്യ മതേതരമായ ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വത്തിന്റെ നിലനിൽപ്പിന് മുന്നോടിയായി കടന്നു വന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് കൊടുക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹപുരസ്സരം ആവശ്യപ്പെടുന്നു. കൈ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എല്ലാ ആളുകൾക്കും കോൺഗ്രസിന്, ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യിക്കാനുള്ള പ്രവർത്തനവുമായി വീടുകൾ കയറി ഇറങ്ങി അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കിച്ച് അവരെ മനസ്സിൽ നമ്മൾ കയറി ഇരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതല്ലാതെ കത്ത് കൊടുത്ത് അനർത്തി കത്തോടെ വെക്കുന്നേ, അസലിക്ക ഇവിടെ വെക്കുന്നേ എന്നും പറഞ്ഞ് വീട്ടിൽ കയറി ഒരു മുഖം കാണിച്ച് കത്തും കൊടുത്ത് പോകരുതെന്ന് പകരം ഇരിക്കണം, സംസാരിക്കണം, കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം, അവരെ മനസ്സിലേക്ക് ഇതൊക്കെ കടച്ചുവിടണം, അവരെ മനസ്സിന്റെ അകത്ത് മാറ്റം വരുത്തണം. അതിന് സമയമെടുക്കണം. അങ്ങനെ സമയമെടുത്തുകൊണ്ടുള്ള ഗൃഹസന്ദർശനം അടിയന്തരമായി നടത്തി പൂർത്തിയാക്കി ഈ പ്രദേശം ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ കോട്ടയാണ് എന്ന് തെളിയിക്കാനുള്ള ഈ അവസരം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിനിയോഗിക്കണം എന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ കേട്ടതിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, സ്മാർട്ട്ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെന്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.